ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം അവസാനിപ്പിക്കുന്നതിനായി 3 ഘട്ടങ്ങളുള്ള പദ്ധതി മുന്നോട്ട് വെച്ച് ഹമാസ്. യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഖത്തർ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള മധ്യസ്ഥരെയാണ് ഹമാസ് ഇതിന്റെ വിശദാംശങ്ങൾ അറിയിച്ചിട്ടുള്ളത്. പദ്ധതി പ്രകാരം ഒക്ടോബർ 7-ന് ഹമാസ് ബന്ദികളാക്കിയ മുഴുവൻ ഇസ്രായേൽ പൗരന്മാരെയും വിട്ടയക്കും. ഇതിന് പകരമായി 1500 ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കണം. ഇതിനോടൊപ്പം ഗസയുടെ പുനർനിർമ്മാണം, ഇസ്രായേൽ സൈന്യത്തിന്റെ ഫലസ്തീനിൽ നിന്നുള്ള പൂർണ്ണ പിന്മാറ്റം എന്നീ ആവശ്യങ്ങളും ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 45 ദിവസങ്ങൾ വീതമുള്ള 3 ഘട്ടങ്ങളാണ് കരാറിനുണ്ടാവുക. അതിൽ ആദ്യഘട്ടത്തിൽ ഹമാസ് ബന്ദികളാക്കിയ പൗരന്മാരിൽ 19 വയസ്സിന് താഴെയുള്ള പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും രോഗം ബാധിച്ച വയോധികരെയും വിട്ടയക്കും. 2ാം ഘട്ടത്തിൽ മുഴുവൻ പുരുഷ തടവുകാരെയും വിട്ടയക്കും. 3ാം ഘട്ടത്തിൽ മൃതദേഹങ്ങൾ കൈമാറും. 3ാം ഘട്ടം അവസാനിക്കുന്നതിന് മുമ്പ് ഇസ്രായേലുമായി കരാറിലെത്തി യുദ്ധം എന്നേക്കുമായി തീർക്കുകയാണ് ഹമാസ് പദ്ധതി. കരാറിന്റെ ഭാഗമായി വിവിധ ഘട്ടങ്ങളിൽ ഫലസ്തീൻ ജനതയ്ക്ക് നൽകുന്ന സഹായത്തിൽ വർധന വരുത്തണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഹമാസിന്റെ നിർദ്ദേശത്തോട് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കാതെ യുദ്ധത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ഇത് പലതവണ പ്രഖ്യാപിച്ചു കഴിഞ്ഞതുമാണ്. ഹമാസിന്റെ നിർദ്ദേശത്തോട് പൂർണ്ണമായും യോജിക്കുന്ന നിലപാടല്ല US പ്രസിഡന്റ് ജോ ബൈഡനും സ്വീകരിക്കുന്നത്.